ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പരിപാടിയെ നിസ്സാരവൽക്കരിച്ചും ന്യായീകരിച്ചും മുസ്ലിം ലീഗും കോൺഗ്രസും. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ദേവസ്വം ഭൂമിയിൽ നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ തെറ്റില്ലെന്നാണ് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയുടെയും കോൺഗ്രസ് നേതാവ് ചന്ദ്രൻ തില്ലങ്കേരിയുടെയും വാദം. തിരുവോണ ദിവസം ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ GIO നടത്തിയ പരിപാടിയെ ന്യായീകരിച്ചാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് രംഗത്തെത്തിയത്. UDF പഴയങ്ങാടിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിലായിരുന്നു ലീഗ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ന്യായീകരണം. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാടായിപ്പാറയിൽ നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ തെറ്റില്ലെന്നുള്ള വാദമാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും കോൺഗ്രസ് നേതാവ് ചന്ദ്രൻ തില്ലങ്കേരിയും ഉയർത്തിയത്. പഴയങ്ങാടിലെ പോലീസ് ചെയ്തതെന്താണ്? അവിടെ മുൻകൂട്ടി അനുമതിയില്ലാതെ പ്രകടനം നടത്തി എന്നതിന്റെ പേരിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അതേ കൂട്ടത്തിൽ തന്നെ മതപരമായിട്ട് സ്പർദ്ധയുണ്ടാക്കി നാട്ടിൽ കലാപം ആഹ്വാനം നടത്താൻ ശ്രമിച്ചു എന്ന പേരിലാണ് 30ഓളം വരുന്ന GIOയുടെ കുട്ടികൾക്കെതിരായിട്ട് പഴയങ്ങാടിയിലെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. തിരുവോണ ദിവസവും നിബിദിന ദിവസവും കുറച്ച് കുട്ടികൾ പ്രകടനം നടത്തിയപ്പോൾ ചില ആളുകൾക്ക് വാദിഹുദയിലേക്ക് പ്രകടനം നടത്താനുണ്ടായിട്ടുള്ള വികാരം എന്താണ്? നേരത്തെ ഇവിടെ കരീം സാഹിബ് പറഞ്ഞു, അതിന്റെ വികാരത്തിന്റെ പേരാണ് മതവികാരം. അതിനെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ. മാടായിപ്പാറ ദേവസ്വം ഭൂമിയാണെന്ന വസ്തുത നിലനിൽക്കെയാണ് നേതാക്കന്മാരുടെ ഈ ന്യായീകരണം. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പരിപാടി നടത്താൻ മറ്റു പലയിടങ്ങളിലും ഉണ്ടായിട്ടും എന്തിന് ദേവസ്വം ഭൂമി തന്നെ ഇതിനായി തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ ലീഗ് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറഞ്ഞിട്ടില്ല. വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ സുഖിപ്പിച്ചുകൊണ്ടുള്ള ഈ അഭിപ്രായ പ്രകടനം എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ജനം, കണ്ണൂർ.